നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ഒരു നിർണായക പ്രതികരണം നടത്തിയിരിക്കുകയാണ്. ഗാസയിൽ സമ്പൂർണ്ണ വെടിനിർത്തൽ വേണം എന്ന ഒരു ആവശ്യം അദ്ദേഹം മുന്നോട്ട് വച്ചിരിക്കുകയാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി നടത്തിയ ചർച്ചയിൽ സമ്പൂർണ്ണ വെടിനിർത്തൽ വേണമെന്ന് ആവശ്യപ്പെട്ടുവെന്ന് അദ്ദേഹത്തിന്റെ ഓഫീസ് വ്യക്തമാക്കി. വർദ്ധിച്ചുവരുന്ന മാനുഷിക പ്രതിസന്ധി ഫലസ്തീനെ പിടികൂടിയെന്നും മാക്രോണിന്റെ പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരുന്നു. മാത്രമല്ല, പ്രസ്താവനയിലൂടെ അറിയിച്ച മറ്റൊരു കാര്യം ഗാസയിൽ മാനുഷിക പ്രവർത്തനങ്ങൾ നടത്താൻ ജോർദാനുമായി സഹകരിച്ച് വരും ദിവസങ്ങളിൽ ഫ്രാൻസ് പ്രവർത്തിക്കുമെന്നാണ്. അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ ഫലസ്തീൻ സിവിലിയന്മാർക്കെതിരെ ഇസ്രായേൽ കുടിയേറ്റക്കാർ നടത്തുന്ന അക്രമങ്ങൾ അവസാനിപ്പിക്കുന്നതിനും പുതിയ ആസൂത്രിത കുടിയേറ്റങ്ങൾ തടയുന്നതിനുമുള്ള നടപടികളുടെ പ്രാധാന്യത്തെക്കുറിച്ചും അദ്ദേഹം വ്യക്തമാക്കി. ഗാസയിൽ ആക്രമണം ശക്തമാക്കാനും നീട്ടാനുമുള്ള ഇസ്രായേലിന്റെ പ്രഖ്യാപനത്തിൽ കടുത്ത ആശങ്കയുണ്ടെന്ന് ഫ്രാൻസ് ആശങ്ക പ്രകടിപ്പിച്ചു. ഗാസയിൽ ബോംബാക്രമണത്തിലൂടെ സാധാരണക്കാരെ കൊല്ലുന്നത് ഇസ്രായേൽ അവസാനിപ്പിക്കണമെന്ന ആവശ്യം മാക്രോൺ നേരത്തെ തന്നെ ഉന്നയിച്ചതാണ്. ബോംബ് ആക്രമണത്തിന് ന്യായീകരണമില്ലെന്നും വെടിനിർത്തൽ ഇസ്രായേലിന് ഗുണം ചെയ്യുമെന്നും മാക്രോൺ വ്യക്തമാക്കിയിരുന്നു. അതേസമയം ഗാസയിൽ മരണം 21,000 കടന്നു. അടുത്ത ഘട്ടം മുതൽ കൂടുതൽ മാരകമായിരിക്കുമെന്നാണ് ഇസ്രായേൽ മന്ത്രി നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. അതേസമയം ഗാസയിൽ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന ഫലസ്തീനികളുടെ വൃക്ക, കരൾ, ഹൃദയം തുടങ്ങിയ അവയവങ്ങൾ മോഷ്ടിച്ച് ഇസ്രായേൽ അവയവ കച്ചവടം നടത്തുന്നു എന്ന ഒരു വിവരവും കൂടി പുറത്തു വരുന്നുണ്ട്. ജനീവ ആസ്ഥാനമായ യൂറോ മെഡിറ്ററേനിയൻ ഹ്യൂമൻ റൈറ്റ്സ് മോണിറ്ററാണ് ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. വടക്കൻ ഗാസയിലെ അൽഷിബ ആശുപത്രിയിൽ നിന്ന് ഇസ്രായേൽ ഡസൻ കണക്കിന് മൃതദേഹങ്ങൾ എടുത്തുകൊണ്ടു പോകുന്നതായി സംഘടന ആരോപിക്കുന്നു. ഇസ്രായേൽ വിട്ടു നൽകിയ മൃതദേഹങ്ങളിൽ വൃക്ക, കരൾ, ഹൃദയം, ക്ലോക്ലിയ, കോർണിയ തുടങ്ങിയ പ്രധാനപ്പെട്ട അവയവങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് ഗാസയിലെ മെഡിക്കൽ ഉദ്യോഗസ്ഥർ സാക്ഷ്യപ്പെടുത്തിയതായും യൂറോ മെഡിറ്ററേനിയൻ ഹ്യൂമൻ റൈറ്റ്സ് മോണിറ്റർ പറയുന്നു. ഇതിന്റെ ചുവട് പിടിച്ച് ഫലസ്തീൻ അതോറിറ്റിയും ഇസ്രായേലിനെതിരെ ശക്തമായി രംഗത്തെത്തി. അവയവങ്ങൾ എടുത്തുമാറ്റിയ ശേഷം വികൃതമാക്കിയ 80 മൃതദേഹങ്ങൾ ഇസ്രായേൽ കൈമാറിയതായി ഗാസയിലെ സർക്കാർ മീഡിയ കാര്യാലയം പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നു. നേരത്തെ ഇസ്രായേൽ സേന വടക്കൻ ഗാസയിലെ ജബലിയ നഗരത്തിലെ കല്ലറകൾ കുഴിച്ചെടുത്ത് ഫലസ്തീനികളുടെ മൃതദേഹം മോഷ്ടിച്ചു കൊണ്ടുപോയി എന്നും ഇവർ ആരോപിച്ചിരുന്നു. ഇക്കാര്യത്തിൽ സ്വതന്ത്ര അന്വേഷണ സമിതി വേണമെന്നും ഗാസയിലെ സർക്കാർ മീഡിയ കാര്യാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. വികൃതമാക്കിയ മൃതദേഹങ്ങൾ പലതും തെക്കൻ ഗാസയിലെ കൂട്ടക്കുഴിമാടത്തിലാണ് അടക്കം ചെയ്തത്. വിട്ടു നൽകിയവ ചിലത് അഴുകിയ നിലയിലായിരുന്നു. തിരിച്ചറിയാൻ പ്രയാസമായിരുന്നുവെന്നും മീഡിയ ഓഫീസ് വ്യക്തമാക്കുന്നു. ഈ വാദം ഹമാസും ഏറ്റുപിടിച്ചിട്ടുണ്ട്. മൃതദേഹങ്ങളോട് ക്രൂരത കാട്ടുന്നത് യുദ്ധക്കുറ്റമാണെന്ന് ഹമാസ് പറഞ്ഞു. പക്ഷേ ഇസ്രായേലി അധികൃതരാവട്ടെ ഈ വാർത്ത പൂർണ്ണമായും അടിസ്ഥാനരഹിതമെന്ന് പറഞ്ഞ് തള്ളുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.